ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡെഫിനിഷൻസ് മുതൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ വരെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കാണാനുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാറ്റഗറി 3 കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിന്റെ ലിങ്കിലാണ് ആ വീഡിയോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് കെമിസ്ട്രീന്റെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും നമ്മൾ ഇടുന്ന വീഡിയോസ് കിട്ടുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോലുബിലിറ്റി, അതുപോലെ തന്നെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ഈ രണ്ട് പോർഷൻസ് ആണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോലുബിലിറ്റി നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണല്ലേ സോലുബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് സോലുബിലിറ്റി? ഒരുപക്ഷെ നമുക്ക് സോലുബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇങ്ങനെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്കതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് കറക്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Solubility is the maximum amount of solute that can be dissolved in specific amount of solvent at a given temperature. അതായത് തന്നിരിക്കുന്ന ഒരു ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഒരു ഗിവൻ ടെമ്പറേച്ചറിൽ ഒരു നിശ്ചിത എമൗണ്ട് അല്ലെങ്കിൽ നിശ്ചിത അളവ് സോൾവെന്റിൽ മാക്സിമം നമുക്ക് എത്ര സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോലുബിലിറ്റി എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 273 കെൽവിനിൽ 100 ഗ്രാം വാട്ടറിൽ 36 ഗ്രാം NaCl ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ, അതെന്താണ് ഇവിടെ 273 കെൽവിൻ. സോൾവെന്റിന്റെ എമൗണ്ട് എത്രയാണ്? സ്പെസിഫിക് എമൗണ്ട് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ഗ്രാം വാട്ടർ. വാട്ടർ ആണ് ഇവിടെ സോൾവെന്റ്, അപ്പം 100 ഗ്രാം വാട്ടർ. അതായത് 273 കെൽവിനിൽ 100 ഗ്രാം വാട്ടറിൽ മാക്സിമം എത്ര ഗ്രാം NaCl നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കും? 36 ഗ്രാം NaCl ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഇനി സോലുബിലിറ്റി എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തിനെയൊക്കെയാണ്? നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. ഓക്കെ, നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. പിന്നെ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചറിന് വേരിയേഷൻ വന്നാൽ എന്ത് സംഭവിക്കും? സോലുബിലിറ്റിക്കും വേരിയേഷൻ വരും. അതുപോലെ തന്നെ പ്രഷർ. ഓക്കെ, അപ്പൊ എന്താണ് 3 കാര്യങ്ങൾ? നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, ടെമ്പറേച്ചർ, പ്രഷർ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ ഈ പോർഷനിൽ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, സോലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. ഓക്കെ, രണ്ടാമത്തത് സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പം രണ്ടും ലിക്വിഡ് സൊല്യൂഷൻ ആണ്. ഈ ലിക്വിഡ് സൊല്യൂഷനിൽ സോളിഡ് ഇൻ ലിക്വിഡ് അതിന്റെ സോലുബിലിറ്റിനെ പറ്റിയും ഗ്യാസ് ഇൻ ലിക്വിഡ് അതിന്റെ സോലുബിലിറ്റിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് സോലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ അറിയാനുണ്ട്. ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, എഫക്ട് ഓഫ് ടെമ്പറേച്ചർ, എഫക്ട് ഓഫ് പ്രഷർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ സോളിഡ്സും എല്ലാ ലിക്വിഡ്സിലും ഡിസോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പം അതിനെന്താണ് കാരണം? ആ റീസൺ ആണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. സോഡിയം ക്ലോറൈഡ് NaCl, അതുപോലെ തന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് എന്താണ്? KCl. ഇതൊക്കെ എന്തിൽ ഡിസോൾവ് ആകും? ഇതൊക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഇവരൊന്നും എന്തിൽ ഡിസോൾവ് ആകത്തില്ല? ബെൻസീനില് ഡിസോൾവ് ആകത്തില്ല. ഓക്കെ, അതായത് NaCl, KCl ഇവരൊക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഇവയൊന്നും ബെൻസീനിൽ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആന്ത്രസീൻ. ഓക്കെ, ആന്ത്രസീൻ, അതുപോലെ തന്നെ എന്താണ്? നാഫ്തലീൻ. ഓക്കെ, ഈ ആന്ത്രസീൻ, നാഫ്തലീൻ ഒക്കെ ഇവയൊക്കെ ബെൻസീനിൽ ഡിസോൾവ് ആകും. പക്ഷെ ഇവയൊന്നും നമുക്ക് എന്തിൽ ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കത്തില്ല? വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് കാരണം എന്താണ്? ഈ NaCl, KCl ഒക്കെ എന്താണ്? ഇവരൊക്കെ പോളാർ സൊല്യൂട്ട് ആണ്. ഈ വാട്ടർ എന്താണ്? പോളാർ സോൾവെന്റ് ആണ്. അപ്പം പോളാർ സൊല്യൂട്ട്സ് എന്തിൽ മാത്രമേ ഡിസോൾവ് ആകത്തുള്ളൂ? പോളാർ സോൾവെന്റ്സിൽ മാത്രമേ ഡിസോൾവ് ആകത്തുള്ളൂ. ഈ ബെൻസീൻ എന്താണ്? അതൊരു നോൺ പോളാർ സോൾവെന്റ് ആണ്. അതുകൊണ്ട് ഇവ എന്തിൽ ഡിസോൾവ് ആകത്തില്ല? ബെൻസീനിൽ ഡിസോൾവ് ആകത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പോളാർ സൊല്യൂട്ട് ഓൺലി ഡിസോൾവ്സ് ഇൻ അല്ലെങ്കിൽ സോലുബിൾ ഇൻ പോളാർ സോൾവെന്റ്സ്. നെക്സ്റ്റ്, ഈ ആന്ത്രസീൻ, നാഫ്തലീൻ ഒക്കെ എന്താണ്? ഈ ആന്ത്രസീൻ, നാഫ്തലീൻ ഒക്കെ നോൺ പോളാർ സൊല്യൂട്ട് ആണ്. അവ നോൺ പോളാർ സോൾവെന്റിൽ മാത്രമേ ഡിസോൾവ് ആകത്തുള്ളൂ. ഇവിടെ ബെൻസീൻ ഒരു നോൺ പോളാർ സോൾവെന്റ് ആണ്. അതുകൊണ്ട് ഇവ ബെൻസീനിൽ ഡിസോൾവ് ആകും. പക്ഷെ പോളാർ സോൾവെന്റ്സ് ആയ അല്ലെങ്കിൽ പോളാർ സോൾവെന്റ് ആയ വാട്ടറിൽ ഡിസോൾവ് ആകത്തില്ല അല്ലെ. അതായത് നോൺ പോളാർ സൊല്യൂട്ട് ഓൺലി സോലുബിൾ ഇൻ നോൺ പോളാർ സോൾവെന്റ്സ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ?
ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ആകണമെങ്കിൽ ആ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ് എന്തായിരിക്കണം? സിമിലർ ആയിരിക്കണം. അതായത് ഇവിടെ പോളാർ സൊല്യൂട്ടിന്റെയും പോളാർ സോൾവെന്റ്സിന്റെയും ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ് സിമിലർ ആണ്. അതുകൊണ്ടാണ് അവ തമ്മിൽ ഡിസോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ പോളാർ സൊല്യൂട്ടിന്റെയും നോൺ പോളാർ സോൾവെന്റ്സിന്റെയും ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ് എന്തല്ല? സിമിലർ അല്ല. അതുകൊണ്ടാണ് അവയ്ക്ക് ഡിസോൾവ് ആകാത്തത്, അവ തമ്മിൽ ഡിസോൾവ് ആകാത്തത്. അതായത് ഇവിടെ എന്താണ്? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. നെക്സ്റ്റ് നമുക്ക് ടെമ്പറേച്ചറിന്റെ എഫക്ട് നോക്കാം. ടെമ്പറേച്ചറിന്റെ എഫക്ട്സ് നമുക്ക് രണ്ട് തരത്തിൽ പറയാം അല്ലെ. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട്. എക്സോതെർമിക് റിയാക്ഷൻസും ഉണ്ട്, എൻഡോതെർമിക് റിയാക്ഷൻസും ഉണ്ട്. എക്സോതെർമിക് റിയാക്ഷൻസിന്റെ കേസിൽ എങ്ങനെയാണ്? സോലുബിലിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലുബിലിറ്റി എന്താണ് സംഭവിക്കുന്നത്? അത് കുറയുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻഡോതെർമിക് റിയാക്ഷന്റെ കേസിലോ സോലുബിലിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അതായത് സോലുബിലിറ്റി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് മാറിപ്പോകരുത്. എക്സോതെർമിക്കിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റി കുറയും. എന്നാൽ എൻഡോതെർമിക്കിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രഷറിന് എന്തെങ്കിലും എഫക്ട് ഉണ്ടോ എന്ന് നോക്കാം. ആക്ച്വലി ഇവിടെ എന്താണ്? പ്രഷർ ഡസൻ ഹാവ് എനി സിഗ്നിഫിക്കൻറ്റ്. അതായത് സോളിഡ് ഇൻ ലിക്വിഡിന്റെ കേസിൽ, അതായത് സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡിന്റെ കേസിൽ പ്രഷറിന് ഒരു സിഗ്നിഫിക്കൻറ്റ് റോളൊന്നും ഇല്ല. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് സോളിഡ് ആൻഡ് ലിക്വിഡ് ദേ ആർ ഹൈലി ഇൻകംപ്രസിബിൾ ആൻഡ് അൺഅഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ പ്രഷർ. അതായത് പ്രഷറിന് ചേഞ്ച് ഒക്കെ വരുത്തിയാലും ഇവയ്ക്ക് എന്ത് സംഭവിക്കുന്നില്ല? വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അത് അൺഅഫക്റ്റഡ് ആണ്. കാരണം എന്താണ്? ഇവർ രണ്ടും ഹൈലി ഇൻകംപ്രസിബിൾ ആണ് അല്ലെ. ഗ്യാസിനെയാണ് നമുക്ക് ഇങ്ങനെ കംപ്രസ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഈ ലിക്വിഡിനെയും സോളിഡിനെയും ഒക്കെ എങ്ങനെയാണ് അങ്ങനെ കംപ്രസ് ചെയ്യിക്കാൻ സാധിക്കില്ല അല്ലെ. ഹൈലി ഇൻകംപ്രസിബിൾ ആണ്. ഒരു സോളിഡിനെ ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ നേരത്ത് ആ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നേച്ചറും ടെമ്പറേച്ചറും ഒക്കെ എങ്ങനെയാണ് അതിനെ അഫക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. നമുക്കിനി ഒരു ഗ്യാസിനെ ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ നേരത്ത് ഇതിന്റെയൊക്കെ എഫക്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നേച്ചർ ഓഫ് സൊല്യൂട്ട്. ഇവിടെ സൊല്യൂട്ട് ഏതാണ്? ഗ്യാസ് ആണ് അല്ലെ. അപ്പം നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് നേച്ചർ ഓഫ് സോൾവെന്റ്. ജനറലി ദ ഗ്യാസസ് വിച്ച് ആർ ഈസിലി ലിക്വിഫൈഡ് ആർ സോലുബിൾ ഇൻ കോമൺ സോൾവെന്റ്സ്. അതായത് നമുക്ക് ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന, പ്രഷറൊക്കെ കൊടുത്ത് ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ഗ്യാസസ് എന്താണ്? കോമൺ സോൾവെന്റ്സിൽ വളരെ ഈസിലി ആയിട്ട് സോലുബിൾ ആണ്. മാത്രവുമല്ല ഓരോ ഗ്യാസസും ഒരേ തരത്തിലായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരേ എക്സ്റ്റെന്റിൽ ആയിരിക്കത്തില്ല ഒരു സോൾവെന്റിൽ ഡിസോൾവ് ആകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്സിജൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് HCl ഗ്യാസ് വാട്ടറിൽ ഡിസോൾവ് ആകും. ഓക്കെ, അപ്പം ജസ്റ്റ് ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഓരോ ഗ്യാസും സോൾവെന്റിൽ ഡിസോൾവ് ആകുന്നതിന്റെ എക്സ്റ്റെന്റ് അല്ലെങ്കിൽ ഡിസോൾവ് ആകുന്നതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും എഫക്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോലബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ഈസ് ഗ്രേറ്റ്ലി അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പം ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെ എഫക്റ്റ് ആണ്. അതിനാണ് ഇവിടെ കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്. ഫസ്റ്റ് പ്രഷർ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലുബിലിറ്റി എന്താ സംഭവിക്കുന്നത്? സോലുബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോലുബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. ഇവിടെ നോക്കിക്കേ, നമ്മളിവിടെ ഒരു ബീക്കറിൽ കുറച്ച് ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഗ്യാസിന് ഡിസോൾവ് ചെയ്യിക്കണം. നമ്മളിവിടെ എക്സ്റ്റേണൽ പ്രഷർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ അധികം മോളിക്യൂൾസ് ഒന്നും ഗ്യാസ് മോളിക്യൂൾസ് ഒന്നും ലിക്വിഡിൽ ഡിസോൾവ് ആയിട്ടില്ല. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്തു? ഈ സെക്കൻഡ് ബീക്കർ ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്തു, എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്തു. എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ നോക്കിക്കേ, കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് ഈ ലിക്വിഡിൽ ഡിസോൾവ് ആയി. അതായത് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മോർ ഗ്യാസ് മോളിക്യൂൾസ് ആർ സോൾബിൾ അറ്റ് ഹൈ പ്രഷർ. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത്, ഓക്കെ, അതിന്റെ സോലുബിലിറ്റിയും എന്ത് സംഭവിക്കും? അതും ഇൻക്രീസ് ചെയ്യും. ഈ പോർഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹെൻറീസ് ലോ. അതായത് ഹെൻറി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ പ്രഷറും അതുപോലെ തന്നെ സോലുബിലിറ്റി ഓഫ് ഗ്യാസിന്റെ സോൾവെന്റും തമ്മിലുള്ള ഒരു റിലേഷൻ കൊണ്ടുവന്നത്. അതിന് നമ്മൾ ഹെൻറീസ് ലോ എന്നാണ് പറയുന്നത്. നമുക്കിനി ഹെൻറീസ് ലോയുടെ ഡീറ്റെയിലേക്ക് കടക്കാം. ഹെൻറീസ് ലോ എന്താണ് പറയുന്നത്? നമ്മളൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കൊരു ലിക്വിഡിലേക്ക് ഒരു ഗ്യാസിനെ ഡിസോൾവ് ചെയ്യിക്കണം. അപ്പൊ ഗ്യാസിന്റെ സോലുബിലിറ്റി, ആ ലിക്വിഡിലേക്കുള്ള ഗ്യാസിന്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഗ്യാസിന്റെ പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഹെൻറി പറയുന്നത്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഓക്കെ, ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ
The solubility of gas in liquid is directly proportional to the pressure of the gas. So, നമുക്കിവിടെ പറയാം at constant temperature M is directly proportional to P. M എന്ന് പറയുന്നത് എന്താണ്? Mass of gas dissolved per unit volume of solvent. ഇതാണ് solubility. നമ്മൾ ഓൾറെഡി solubilityന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പം ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? അപ്പം M എന്ന് പറയുന്നത് എന്താണ്? Mass of gas dissolved per unit volume of the solvent. P എന്ന് പറയുന്നത് എന്താണ്? Pressure of gas in equilibrium with the solution. അപ്പം ഈ പോർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു ലിക്വിഡിലേക്ക് ഗ്യാസ് ഡിസോൾവ് ചെയ്യണമെങ്കിൽ അതിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് ആ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി നമ്മൾ ഇവിടെ ഇപ്പം ഒരു ഗ്യാസ് ആണ് കൺസിഡർ ചെയ്തത്. ഇപ്പം നമുക്ക് ഒരു വാട്ടറിലേക്ക് ഹൈഡ്രജനെ, ഹീലിയത്തിനെ, ഓക്സിജൻ, അങ്ങനെ കുറെ ഗ്യാസിന്, ഒന്നിലധികം ഗ്യാസിന് അല്ലെങ്കിൽ ഒരു മിക്സർ ഓഫ് ഗ്യാസിനെ ഡിസോൾവ് ചെയ്യിക്കണമെന്ന് വിചാരിക്കുക. അപ്പം എങ്ങനെയായിരിക്കും സോളിബിലിറ്റി എന്ന് പറയുന്നത്? In such cases, the solubility of each constituent is proportional to its own partial pressure in the mixture at constant temperature. അതായത് വാട്ടറിലേക്ക് ഇപ്പം നമുക്ക് ഹൈഡ്രജനെ ഡിസോൾവ് ചെയ്യിക്കണം, ഓക്സിജനെ ഡിസോൾവ് ചെയ്യിക്കണം, ഹീലിയത്തിനെ ഡിസോൾവ് ചെയ്യിക്കണം. അപ്പോൾ സോളിബിലിറ്റി എന്ന് പറയുന്നത്, ഓക്സിജന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഹീലിയത്തിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് ഹീലിയത്തിന്റെ പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഹൈഡ്രജന്റെ ആണെങ്കിലോ ഹൈഡ്രജന്റെ പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇപ്പം നമുക്കിവിടെ നോക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇവിടെ എന്താണ്? താഴെ നമ്മൾ സോളിബിലിറ്റി എക്സ് ആക്സിസിൽ സോളിബിലിറ്റി എടുത്തു. അപ്പം സോളിബിലിറ്റി ഓഫ് ഗ്യാസ്, പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സോളിബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് സോളിബിലിറ്റിനെ മോൾ ഫ്രാക്ഷന്റെ ടേമിലാണ് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഓവർ ദി സൊല്യൂഷൻ. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ യൂസിങ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ സൊല്യൂഷൻ ആസ് മെഷർ ഓഫ് സോളിബിലിറ്റി. അതായത് സോളിബിലിറ്റിന്റെ ഒരു മെഷർ ആയിട്ട് മോൾ ഫ്രാക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ. ഓക്കെ, ഈ P എന്ന് പറയുന്നത് എന്താണ്? ആ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്. ഇനി കൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് മോൾ ഫ്രാക്ഷൻ ഒക്കെ പഠിച്ചതാണല്ലേ. അപ്പൊ മോൾ ഫ്രാക്ഷന്റെ സിമ്പിൾ ആണ് കൈ എന്ന് പറയുന്നത്. അപ്പം കൈ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. സോ P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ. നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ എന്ത് ചെയ്യാം? ഇതിനൊരു കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വാട്ട് വി വിൽ ഗെറ്റ്? P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. ഈ KH ആണ് എന്ത്? ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ KHനെ നമ്മൾ എന്താണ് പറയുന്നത്? ഹെൻറീസ് കോൺസ്റ്റന്റ്. ഓക്കെ, KH എന്ന് പറയുന്നത് ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. ഈ KHന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ ഗ്യാസിന്റെ സോളിബിലിറ്റിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നോക്കിക്കേ, ഇവിടെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇഫ് KH വാല്യൂ ഈസ് ഹയർ then solubility of gas in a liquid will be lower. അതായത് നമ്മളൊരു കോൺസ്റ്റന്റ് പ്രഷറിൽ KHന്റെ വാല്യൂ കൂടുകയാണെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? സോലിബിലിറ്റി എന്ന് പറയുന്നത് കുറയുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് കുറച്ച് ഗ്യാസ് തന്നിട്ടുണ്ട്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ആ ഗ്യാസസിന്റെ ഒക്കെ KH വാല്യൂം തന്നിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ഗ്യാസിൽ ഏതിനാണ് സോലിബിലിറ്റി കുറവെന്ന് എങ്ങനെ മനസ്സിലാക്കാം? KH വാല്യൂ ഏറ്റവും കൂടിയതിനായിരിക്കും സോലിബിലിറ്റി കുറവ്. അതുപോലെ തന്നെ KH വാല്യൂ ഏറ്റവും കുറഞ്ഞതിനായിരിക്കും സോലിബിലിറ്റി കൂടുതൽ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ നോക്കാം. ഫസ്റ്റ് വൺ ആണ് എന്ത്? കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെ. നമുക്കറിയാം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെ, സോഡ വാട്ടർ ഒക്കെ. അവിടെ എന്താണ്? അവിടെ ഹൈ പ്രഷർ കൊടുത്തിട്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് ശ്വസിക്കുന്നത്? ഓക്സിജൻ ആണ്. നമ്മൾ പുറത്തു വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ നമ്മൾ പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ നമ്മൾ ഊതുമ്പോൾ ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചുമ്മാ ഊതിയാൽ അത് കാർബണേറ്റഡ് വാട്ടർ ആയിട്ട് മാറുമോ? ഇല്ല. അവിടെ എന്ത് വേണം? ഒരു ഹൈ പ്രഷറും കൂടെ വേണം ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യിക്കണമെങ്കിൽ അല്ലെ. അപ്പൊ പ്രഷർ എത്ര അപ്ലൈ ചെയ്യുന്നോ അതിനനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന് വാട്ടറിലുള്ള സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലെ. അതാണ് ഇവിടെ ഹെൻറീസ് ലോയിലും പറയുന്നത്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഗ്യാസിന്റെ സോലുബിലിറ്റി, സോൾവെന്റിലുള്ള സോലുബിലിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ആകും. അപ്പം അത് ഹെൻറീസ് ലോയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് ഇത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. ഇവിടെ എന്താണ്? ഹൈ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ആണ് സ്ക്യൂബ ഡൈവിംഗ്. ഈ സ്ക്യൂബ ഡൈവിംഗിൽ എങ്ങനെയാണ് ഹെൻറീസ് ലോ ആപ്ലിക്കബിൾ ആവുന്നത്? നമുക്കറിയാം സ്ക്യൂബ ഡൈവേഴ്സ്, അതായത് ആഴക്കടലിലേക്ക് പോകുന്നവര് അവർക്ക് ശ്വസിക്കാനായിട്ട് എന്തും കൂടെ കൊണ്ടുപോകും. ഒരു സിലിണ്ടറിൽ ഓക്സിജൻ ഗ്യാസും കൂടെ
കൂടെ കൊണ്ടുപോകും. പക്ഷെ ഓക്സിജൻ ഗ്യാസ് മാത്രമല്ല ആ സിലിണ്ടറിൽ ഉണ്ടാകുന്നത്, നൈട്രജനും കൂടെ ഉണ്ടാകും. കാരണം എന്താണ്, കടലിന്റെ അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടും. പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഗ്യാസസിന്റെ സോലബിലിറ്റിയും കൂടും. അപ്പൊ എന്താണ്, ആഴക്കടലിലേക്ക് പോകുമ്പോൾ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ഡിസോൾവ് ആകും. അപ്പോൾ ഒരു പരിധി വിട്ട് ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഡിസോൾവ് ആകുന്നത് നമ്മുടെ ശരീരത്തിന് കേടാണ്. അപ്പോൾ ആ ഓക്സിജന്റെ ഡിസൊല്യൂഷൻ ഒന്ന് നമ്മുടെ ശരീരത്തിലേക്കുള്ള ഓക്സിജന്റെ ഡിസൊല്യൂഷൻ ഒന്ന് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ നൈട്രജനും കൂടെ ആ സിലിണ്ടറിൽ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കടലിന്റെ അടിയിലേക്ക് സ്ക്യൂബ ഡൈവേഴ്സ് പോകുന്നു, പ്രഷർ കൂടുന്നു. അപ്പം ഓക്സിജനും നൈട്രജനും നന്നായിട്ട് ബ്ലഡിലേക്കൊക്കെ അതുപോലെ തന്നെ ശരീരത്തിലെ മറ്റ് ഫ്ലൂയിഡ്സിലേക്കൊക്കെ ഓക്സിജനും നൈട്രജനും നന്നായിട്ട് സോലുബിൾ ആകുന്നു അല്ലെങ്കിൽ ഡിസോൾവ് ആകുന്നു. ഇങ്ങനെ ഡിസോൾവ് ആയ ഓക്സിജൻ എന്ത് ചെയ്യും, അത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ, മെറ്റബോളിസം അതുപോലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും. പക്ഷെ നൈട്രജൻ എന്ത് ചെയ്യും, നൈട്രജൻ അതേപോലെ തന്നെ ശരീരത്തിൽ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ്സിൽ ബ്ലഡിലൊക്കെ അതേപോലെ തന്നെ നിൽക്കും. അപ്പം കടലിന്റെ അടിയിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ ആഴക്കടലിൽ നിന്ന് പിന്നെ ഈ സ്ക്യൂബ ഡൈവേഴ്സ് മുകളിലേക്ക് വരികയാണ്, അതായത് കടലിന്റെ സർഫസിലേക്ക് വരികയാണ്. അപ്പം മുകളിലേക്ക് വരുന്തോറും എന്ത് സംഭവിക്കും, പ്രഷർ കുറഞ്ഞു വരും. പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ശരീരത്തിലുള്ള നൈട്രജൻ അല്ലെ, നമ്മൾ ഫ്ലൂയിഡ്സിലൊക്കെ ഉള്ള ആ നൈട്രജൻ എന്ത് ചെയ്യും, നൈട്രജൻ ശരീരത്തിൽ നിന്ന് റിലീസ് ആകും. അതായത് പ്രഷർ കുറയുന്നതിനനുസരിച്ച് സോളിബിലിറ്റി കുറയുന്നു. അപ്പം നൈട്രജൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ നിന്ന് എസ്കേപ്പ് ആകുന്നു അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പ്രഷർ കുറയുന്നതിനനുസരിച്ച് റിലീസ് ആകുന്നു. അപ്പം ഇതാണ് സ്ക്യൂബ ഡൈവിംഗിൽ ഹെൻറീസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് എന്ത്, അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് പ്രഷർ ഈസ് ലോ. അതായത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു പോയിന്റ് ആണ് ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്, അനോക്സിയ. അതായത് ഈ അനോക്സിയ എന്ന് പറയുന്നത് എന്താണ്, ബ്ലഡിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറയുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം ഈ പർവ്വതാരോഹകര് അതുപോലെ തന്നെ ഈ ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവര് അവർക്കൊക്കെ വരുന്നൊരു അവസ്ഥയാണ് എന്ത്, ഈ അനോക്സിയ എന്ന് പറയുന്നത്. അതായത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ എന്താണ്, ഗ്യാസസിന്റെ സോലുബിലിറ്റി കുറയും. അതായത് ഓക്സിജൻ ബ്ലഡിലുള്ള ഓക്സിജന്റെ സോലുബിലിറ്റി കുറയും. അങ്ങനെ ഓക്സിജന്റെ സോലുബിലിറ്റി ബ്ലഡിൽ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, ബ്ലഡിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവ് കുറയും. ഇങ്ങനെ ബ്ലഡിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവ് കുറയുന്ന ഒരു അവസ്ഥയാണ് അനോക്സിയ എന്ന് പറയുന്നത്. ഈ പർവ്വതാരോഹകർക്കും അതുപോലെ തന്നെ പർവ്വതങ്ങൾ അതുപോലെ ഉയരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ത്, അനോക്സിയ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എഫക്റ്റ് ഓഫ് പ്രഷർ, അതായത് ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിൽ പ്രഷർ എങ്ങനെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ്, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചറിൽ ഉള്ള വേരിയേഷൻസ് എങ്ങനെയാണ് ഗ്യാസസിന്റെ സോലുബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോലുബിലിറ്റീസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ഗ്യാസസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഗ്യാസസ് ഒക്കെ എന്ത് ചെയ്യും, ഗ്യാസസ് ഒക്കെ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്കിവിടെ നോക്കാം, ഒരു ലിക്വിഡിൽ നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലിക്വിഡിൽ കുറച്ച് ഗ്യാസ് ഉണ്ട്. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ഇവിടെ കൊടുക്കുകയാണ്, ഒന്ന് ചൂടാക്കുകയാണ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. അപ്പം ഈ ലിക്വിഡിലുള്ള ഗ്യാസസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ഗ്യാസസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യും. ഗ്യാസസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ലിക്വിഡിൽ നിന്ന് ഗ്യാസസ് ഒക്കെ പുറത്തേക്ക് പോകും. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്യാസസിന്റെ സോലുബിലിറ്റി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, സോലുബിലിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക, സോലുബിലിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്. അതായത് ലിക്വിഡ് സൊല്യൂഷൻസിന്റെ വേപ്പർ പ്രഷറിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്, ഒന്ന് റൗൾസ് ലോ, രണ്ടാമത്തത് ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്ന്, മൂന്നാമത്തത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്ന്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റൗൾസ് ലോ എന്താണെന്ന് നോക്കാം. ഈ റൗൾസ് ലോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം, വേപ്പർ പ്രഷർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈ ലിക്വിഡ്സിന് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. എന്താണ് വേപ്പർ പ്രഷർ? നമുക്കറിയാം, ഒരു ലിക്വിഡ് അതിന് ചുറ്റുമുള്ള ടെമ്പറേച്ചർ കൊണ്ട് എന്തായിട്ട് മാറും, വേപ്പേഴ്സ് ആയിട്ട് മാറും. അങ്ങനെ മാറി ഈ വേപ്പേഴ്സ് ഒക്കെ കൂടെ ചേർന്നിട്ട് ആ ലിക്വിഡിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ ഒരു ബീക്കറിൽ കുറച്ച് ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഈ ചുറ്റുമുള്ള ടെമ്പറേച്ചറിന്റെ ഒരു എഫക്റ്റ് കൊണ്ട് എന്ത് സംഭവിക്കും, ഈ ലിക്വിഡിന്റെ സർഫസിലുള്ള മോളിക്യൂൾസ് കുറച്ചൊക്കെ വേപ്പേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ വേപ്പേഴ്സ് ആയി മാറിയ ഈ വേപ്പർ കണ്ടന്റ് ഒക്കെ ഈ ലിക്വിഡുമായിട്ട് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുകയും ഇത് ഈ ലിക്വിഡിലേക്ക് ഈ വേപ്പേഴ്സ് ഒക്കെ കൂടി ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെമ്പറേച്ചറിന്റെ ഡിപ്പെൻഡൻസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ വേപ്പർ പ്രഷറും മാറും. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും,
ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ ലിക്വിഡ്സ് അല്ലെങ്കിൽ കൂടുതൽ ഈ ലിക്വിഡ് മോളിക്യൂൾസ് എന്തായി മാറും, വേപ്പറായിട്ട് മാറും. അപ്പോൾ ഇവിടെ കുറേ വേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ കൂടുതൽ പ്രഷർ അവയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷറും ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ഒരു ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഇങ്ങനെ ഈസി ആയിട്ട് വേപ്പേഴ്സ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ വോളറ്റൈൽ ലിക്വിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവയ്ക്ക് ഈസി ആയിട്ട് വേപ്പേഴ്സ് ആയിട്ട് മാറാൻ സാധിക്കും. ഇനി നമുക്ക് റൗൾസ് ലോയിലേക്ക് വരാം. ഇവിടെ എന്താണ് പറയുന്നത്, ഫോർ എ സൊല്യൂഷൻ ഓഫ് 2 വോളറ്റൈൽ ലിക്വിഡ്സ്. വോളറ്റൈൽ ലിക്വിഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം solution of 2 volatile liquid, the partial vapor pressure of each component is directly proportional to its mole fraction. അതായത് 2 volatile liquid ചേർന്നുണ്ടായ ഒരു സൊല്യൂഷനിൽ ആ ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അതിന്റെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമുക്കിവിടെ കൺസിഡർ ചെയ്യാം, എ എന്ന് പറഞ്ഞ ഒരു വോളറ്റൈൽ ലിക്വിഡ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ ഒരു വോളറ്റൈൽ ലിക്വിഡ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ എ എന്ന് പറഞ്ഞ വോളറ്റൈൽ ലിക്വിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ബി ഒഴിക്കുകയാണ്. അങ്ങനെ എ ബി വോളറ്റൈൽ ലിക്വിഡ് എയും ബിയും ചേർന്നിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാകുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, എയുടെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ സൊല്യൂഷനിൽ ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ബിയുടെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് റൗൾസ് ലോ പറയുന്നത്. ഇനി നമുക്ക് റൗൾസ് ലോ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്, കൺസിഡർ എ സൊല്യൂഷൻ മെയ്ഡ് അപ്പ് ഓഫ് 2 വോളറ്റൈൽ ലിക്വിഡ് എ ആൻഡ് ബി. അതായത് എയും ബിയും 2 വോളറ്റൈൽ ലിക്വിഡ് ആയ എയും ബിയും ചേർന്നുള്ള ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്യാണ്. ഇവിടെ പി എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ. ഈ പി എ എന്ന് പറയുന്നത് എന്താണ്, ആ ലിക്വിഡിലുള്ള എയുടെ പാർഷ്യൽ പ്രഷറാണ് പി എന്ന് പറയുന്നത്. കൈ എന്ന് പറഞ്ഞാലോ ആ സൊല്യൂഷനിലുള്ള എയുടെ മോൾ ഫ്രാക്ഷൻ ആണ്. അതുപോലെ പി ബി എന്ന് പറയുന്നത് എന്താണ്, പാർഷ്യൽ പ്രഷർ ഓഫ് ബി ആണ്. കൈ ബി എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ കണ്ടത്, പി എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ, പി ബി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി. ഇവിടെ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ എയുടെ കേസിൽ ആ കോൺസ്റ്റന്റ് ആണ് എന്ത്, പി എ നോട്ട്. ബിയുടെ കേസിലോ പി ബി നോട്ട്. അപ്പം എങ്ങനെ വരും, പി എ ഇസ് ഈക്വൽ ടു പി എ നോട്ട് ഇൻറ്റു കൈ എ, പി ബി ഈക്വൽ ടു പി ബി നോട്ട് ഇൻറ്റു കൈ ബി. അപ്പം ഇതാണ് എന്തിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, റോൾസ് ലോയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ പി എ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, അത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ എ, അതായത് പ്യുവർ ആയിട്ടുള്ള എ എന്ന് പറഞ്ഞാൽ വോളറ്റൈൽ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ ആണ് പി എ നോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്യുവർ ആയിട്ടുള്ള ബി എന്ന് പറഞ്ഞ വോളറ്റൈൽ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനെയാണ് നമ്മൾ പി ബി നോട്ട് എന്ന് പറയുന്നത്. നമുക്കിത് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ എന്ന് പറഞ്ഞ കമ്പണന്റിന്റെ പ്രഷർ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, പി ഐ നോട്ട് ഇൻറ്റു കൈ ഐ. അപ്പൊ ഇതാണ് ജനറൽ ആയിട്ട് റോൾസ് ലോയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്, റോൾസ് ലോ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയുടെ ഒരു സ്പെഷ്യൽ കേസ് ആണ് റോൾസ് ലോ എന്ന് പറയുന്നത്. അപ്പം ഹെൻറീസ് ലോന്റെയും റോൾസ് ലോന്റെ എക്സ്പ്രഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. എന്താണ് റോൾസ് ലോ എന്ന് പറയുന്നത്, പി ഐ ഇസ് ഈക്വൽ ടു പി ഐ നോട്ട് ഇൻറ്റു കൈ ഐ. അതുപോലെ ഹെൻറീസ് ലോ എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന്. ഞാനിവിടെ രണ്ടും കമ്പയർ ചെയ്ത് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന്. ഐഡിയൽ സൊല്യൂഷൻ ദേ ഒബേ റൗൾസ് ലോ. അതായത് ഐഡിയൽ സൊല്യൂഷൻസ് എന്താണ്, അവർ റൗൾസ് ലോ ഒബേ ചെയ്യുന്നതായിരിക്കും. റൗൾസ് ലോ എന്തായിരുന്നു, പി ഐ ഇസ് ഈക്വൽ ടു പി ഐ നോട്ട് കൈ ഐ. ഇത് ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷൻ. എന്നാൽ നോൺ ഐഡിയൽ സൊല്യൂഷനോ ഈ റൗൾസ് ലോ ഒബേ ചെയ്യത്തില്ല. ഓക്കെ, അതായത് പി ഐ ഇസ് നോട്ട് ഈക്വൽ ടു പി ഐ നോട്ട് ഇൻറ്റു കൈ ഐ. അതായിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. നെക്സ്റ്റ്, ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 ആയിരിക്കും എന്തിന്റെ കേസിൽ, ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ. ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡ്യൂറിങ് മിക്സിംഗ് ടൈം. അതായത് 2 കമ്പണൻസ് ചേർന്ന് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുമില്ല, റിലീസ് ചെയ്യുന്നുമില്ല. അതാണ് ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിലോ ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 ആയിരിക്കത്തില്ല. അതായത് ആ ഡിസൊല്യൂഷന്റെ സമയത്ത് ഒന്നുകിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യണം. അങ്ങനെയുള്ള സൊല്യൂഷൻസ് ആണ് എന്ത്, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് ആണ്, ഡെൽറ്റ വി മിക്സിംഗ് 0 ആയിരിക്കും ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ. അതായത് നമുക്കിവിടെ എ എന്ന് പറഞ്ഞൊരു ലിക്വിഡ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ ലിക്വിഡ് ഉണ്ട്. ഇത് കമ്പൈൻ ചെയ്തിട്ട് എ ബി എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഫോം ചെയ്തു. ഇവിടെ എ ബിയുടെ വോളിയം എന്ന് പറയുന്നത് ഈ എയുടെ വോളിയവും ബിയുടെ വോളിയവും കൂടെ കൂട്ടുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. അതായത് എ ബി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് വോളിയം ഓഫ് പ്യുവർ ലിക്വിഡ്സ്. അതായത് എ എന്ന് പറഞ്ഞതിന്റെയും ബി എന്ന് പറഞ്ഞതിന്റെയും വോളിയം
കമ്പൈൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും ഈ എ ബി എന്ന് പറഞ്ഞ സൊല്യൂഷന്റെ വോളിയം എടുത്താലും നമുക്ക് കിട്ടുക. പക്ഷെ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ എന്തായിരിക്കും, ഡെൽറ്റ വി മിക്സിംഗ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഈ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കത്തില്ല, ഈ എയുടെ വോളിയം ബിയുടെ വോളിയം കൂടെ സമ്മ് ചെയ്യുന്നതിന് തുല്യമായിരിക്കത്തില്ല. നെക്സ്റ്റ് പോയിന്റ്, ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ എ ഇന്ററാക്ഷൻസും എ ബി ഇന്ററാക്ഷൻസും അതുപോലെ തന്നെ ബി ബി ഇന്ററാക്ഷൻസും സെയിം ആയിരിക്കും. എന്നാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ എ ബി ഇന്ററാക്ഷൻസ് എ ഇന്ററാക്ഷൻസിന് ഈക്വൽ ആയിരിക്കത്തില്ല, അതുപോലെ എ ബി ഇന്ററാക്ഷൻസ് ബി ബി ഇന്ററാക്ഷൻസിനോടും ഈക്വൽ ആയിരിക്കത്തില്ല. അതായത് നമുക്കിവിടെ അറിയാം എ എന്ന് പറഞ്ഞ ലിക്വിഡ് ബി എന്ന് പറഞ്ഞ ലിക്വിഡ് അത് കമ്പൈൻ ചെയ്ത് ഒരു സൊല്യൂഷൻ ഫോം ചെയ്തു. ഇപ്പം എ എന്ന് പറഞ്ഞ ഈ ലിക്വിഡ്സിലെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസും ബി എന്ന് പറഞ്ഞ ലിക്വിഡ്സിലെ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസും എ ബി എന്ന് പറഞ്ഞ ഈ സൊല്യൂഷനിലെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസും ഈക്വൽ ആയിരിക്കും എപ്പം ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ. എന്നാൽ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ എങ്ങനെയാണ്, ഈ എ ഇന്ററാക്ഷൻ ഈ ഇന്ററാക്ഷനോട് ഈക്വൽ ആയിരിക്കത്തില്ല എന്ത്, ഈ സൊല്യൂഷനിലെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ. അതുപോലെ ഈ ബി ബി ഇന്ററാക്ഷൻസിനോട് ഈക്വൽ ആയിരിക്കത്തില്ല ഈ സൊല്യൂഷനിലെ എ ബി ഇന്ററാക്ഷൻ അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, എ ഇന്ററാക്ഷനും എ ബി ഇന്ററാക്ഷനും ബി ബി ഇന്ററാക്ഷനും ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ സെയിം ആയിരിക്കും, എന്നാൽ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ അവ സെയിം ആയിരിക്കത്തില്ല. നെക്സ്റ്റ് പോയിന്റ് ആണ്, ഐഡിയൽ സൊല്യൂഷൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പം ഐഡിയൽ സൊല്യൂഷൻസ് നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എ ബി എന്ന് പറഞ്ഞ സൊല്യൂഷനിൽ നിന്ന് ഇത് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ എയും ബിയും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി ഈ കമ്പണൻസിന് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടു. നമ്മളിവിടെ പറഞ്ഞു നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, ഇതൊക്കെ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ എന്തൊക്കെയാവാം, ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആകാം അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആകാം. അപ്പൊ അതിനനുസരിച്ച് നോൺ ഐഡിയൽ സൊല്യൂഷനെ നമുക്ക് രണ്ടായിട്ട് പറയാം. എന്തൊക്കെയാ, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് എന്നും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് എന്നും. ഈ പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ എന്തായിരിക്കും, ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അതായത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആയിരിക്കും. പി ഐ ഗ്രേറ്റർ ദാൻ പി ഐ നോട്ട് ഇൻറ്റു കൈ എ ആയിരിക്കും. നെഗറ്റീവ് ഡീവിയേഷന്റെ കേസിലോ ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0 അതായത് നെഗറ്റീവ് ആയിരിക്കും, ഡെൽറ്റ വി മിക്സിംഗ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ പി ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ പി ഐ നോട്ട് കൈ എ ആയിരിക്കും. ഇനി നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എഥനോൾ വാട്ടർ സൊല്യൂഷൻ, അതുപോലെ തന്നെ എഥനോൾ ബെൻസീൻ സൊല്യൂഷൻ, എഥനോൾ സൈക്ലോഹെക്സിൻ സൊല്യൂഷൻ, അതുപോലെ തന്നെ അസറ്റോൺ ബെൻസീൻ, ഇതൊക്കെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിൾ ആണ്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, വാട്ടർ HCl, വാട്ടർ H2SO4, അതുപോലെ തന്നെ ക്ലോറോഫോം, അസറ്റോൺ അനിലീൻ, ഇതൊക്കെയാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിക്കാനുള്ളതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ്, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്താണെന്നൊക്കെ. അപ്പൊ നമുക്കത് നോക്കാം. അതായത് സോലുബിലിറ്റിന്റെ ബേസിസിൽ സൊല്യൂഷൻസിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, സൊല്യൂഷൻ കണ്ടെയ്ൻസ് as much solute as the solvent can dissolve at a given temperature. അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു സോൾവെന്റിന് എത്രമാത്രം സൊല്യൂട്ടിനെയാണോ ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കുന്നത് അത്രയും സൊല്യൂട്ട് അടങ്ങിയിട്ടുള്ളതാണ് എന്ത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് ഇവിടെ നോ മോർ സൊല്യൂട്ട് ഡിസോൾവ് അല്ലെ, ഇനി കൂടുതൽ സൊല്യൂട്ട് ഇട്ടാൽ അത് ഡിസോൾവ് ആകത്തില്ല. കാരണം ആ ടെമ്പറേച്ചറിൽ മാക്സിമം എത്രയാണോ ആ സോൾവെന്റിനെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്നത് അത്രയും സൊല്യൂട്ട് ആ സൊല്യൂഷനിലുണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ്, സൊല്യൂഷൻസ് ഇൻ വിച്ച് മോർ സൊല്യൂട്ട് ക്യാൻ ബി ആഡഡ് അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ. അതായത് മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുക്കുക, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സോൾവെന്റിലേക്ക് കൂടുതൽ സൊല്യൂട്ട്സിനെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സോലുബിലിറ്റിന്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു 273 കെൽവിനിൽ 100 ഗ്രാം വാട്ടറിൽ 36 ഗ്രാം NaCl മാക്സിമം ഡിസോൾവ് ആകുമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ 273 കെൽവിനിൽ 100 ഗ്രാം വാട്ടറിൽ ഒരു 20 ഗ്രാം NaCl നമ്മൾ ഡിസോൾവ് ചെയ്തിട്ടുള്ളൂ. ആ സൊല്യൂഷനെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, 36 ഗ്രാം വരെ ആഡ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ 20 ഗ്രാമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും വേണമെങ്കിൽ നമ്മൾ സൊല്യൂട്ട് ഇട്ടാൽ അത് ഡിസോൾവ് ആകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷനാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താണ് മോർ സൊല്യൂട്ട് ദാൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ മാക്സിമം എത്രയാണോ ഒരു സോൾവെന്റിനെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്നത് അതിനേക്കാളും കൂടുതൽ സൊല്യൂട്ട് ഉള്ള കേസാണ് എന്ത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് സൊല്യൂഷൻ കണ്ടെയ്ൻ മോർ അൺഡിസോൾവ്ഡ് സൊല്യൂട്ട്. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമുക്കിപ്പം ഒരു സോൾവെന്റിനെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു സോൾവെന്റിന് മാക്സിമം എത്ര സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും, അതിനൊരു കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ബാക്കി സൊല്യൂട്ട്സ് അതായത് മാക്സിമം ഡിസോൾവ് ചെയ്യിച്ചിട്ട് ബാക്കി സൊല്യൂട്ട്സ് എന്ത് ചെയ്യും, അൺഡിസോൾവ് ആയിട്ട് കിടക്കും. അങ്ങനെയുള്ള കേസാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇവിടെ എന്താണ് ക്രിസ്റ്റൽസ് മേ ഗ്രോ, അതായത് അൺഡിസോൾവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒരു ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യും. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ പോർഷനിൽ പഠിക്കാനുള്ളത്.